ഹലോ കൂട്ടുകാരെ, നിങ്ങൾ സ്വപ്നം കാണാറുണ്ടോ? നമ്മളുടെ മുൻ രാഷ്ട്രപിതാവായ അബ്ദുൽ കലാം പറഞ്ഞത് ഇപ്രകാരമാണ്: നിങ്ങൾ സ്വപ്നം കാണുവീൻ. നമുക്കിന്ന് ബൈബിളിലെ യാക്കോബിൻ്റെ ഇളയ പുത്രനായ ജോസഫിൻ്റെ കഥയിലെ 1-ാം ഭാഗം പഠിക്കാം. യാക്കോബ് തൻ്റെ പുത്രനായ ജോസഫിനെ തൻ്റെ എല്ലാ പുത്രന്മാരെക്കാൾ അധികം സ്നേഹിച്ചിരുന്നു. കാരണം അവൻ തൻ്റെ വാർദ്ധക്യത്തിലെ മകനായിരുന്നു. കൈനീളമുള്ള ഒരു നീണ്ട കുപ്പായം അവൻ ജോസഫിന് വേണ്ടി ഉണ്ടാക്കി. പിതാവ് തങ്ങളെക്കാൾ അധികം ജോസഫിനെ സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ സഹോദരന്മാർ അവനെ വെറുത്തു. ഒരിക്കൽ ജോസഫിനൊരു സ്വപ്നമുണ്ടായി. അവൻ അത് സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർ അവനെ കൂടുതൽ വെറുത്തു. അവൻ അവരോട് പറഞ്ഞു, നമ്മൾ പാടത്ത് കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴിതാ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിന്നു. നിങ്ങളുടെ കറ്റകളെല്ലാം ചുറ്റും വന്ന് എൻ്റെ കറ്റയെ താണുവണങ്ങി. അവർ ചോദിച്ചു, നീ ഞങ്ങളെ ഭരിക്കുമെന്നാണോ? നീ ഞങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുമെന്നാണോ? ഈ സ്വപ്നവും വാക്കുകളും കാരണം അവർ അവനെ അത്യധികം ദ്വേഷിച്ചു. അവൻ സഹോദരന്മാരോട് പിന്നെയും പറഞ്ഞു, ഞാൻ വേറൊരു സ്വപ്നം കൂടി കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ താണുവണങ്ങി. പിതാവ് ശകാരിച്ചുകൊണ്ട് പറഞ്ഞ്, എന്താണ് നിന്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം? അന്നു മുതൽ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. പിതാവ് ഈ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. സഹോദരന്മാർ ആടുകളെ മേയ്ക്കാൻ ഷെക്കേമിലേക്ക് പോയി. പിതാവ് ജോസഫിനെ സഹോദരന്മാരുടെ അടുത്തേക്ക് അയച്ചു. സഹോദരന്മാർക്കും ആടുകൾക്കും ക്ഷേമമോ എന്നറിയിക്കണം എന്ന് പറഞ്ഞു. ജോസഫ് യാത്രയായി. ദോതാനിൽ വെച്ച് അവൻ അവരെ കണ്ടുമുട്ടി. അവൻ അടുത്തെത്തും മുൻപേ അവനെ വധിക്കാൻ ഗൂഢാലോചന നടത്തി. റൂബൻ ഇത് കേട്ടു. ജോസഫിനെ അവരുടെ കയ്യിൽ നിന്നും രക്ഷിച്ചു. അവൻ പറഞ്ഞു, നമുക്കവനെ കൊല്ലണ്ട, രക്തം ചിന്തണ്ട. അതിനാൽ ജോസഫ് അടുത്തെത്തിയപ്പോൾ സഹോദരന്മാർ അവൻ ധരിച്ചിരുന്ന പുറങ്കുപ്പായം ഊരിയെടുത്തു. അവനെ ഒരു കുഴിയിൽ തള്ളിയിട്ടു. അത് വെള്ളമില്ലാത്തൊരു പൊട്ടക്കിണറായിരുന്നു. ഈ സ്വപ്നത്തിലൂടെ നാം മനസ്സിലാക്കുന്നത് മാതാപിതാക്കൾ എല്ലാ മക്കളെയും ഒരുപോലെ സ്നേഹിക്കണമെന്നാണ്. അടുത്ത 2-ാം ഭാഗവുമായി നമുക്ക് ഉടനെ വരാം.